വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ എർസീനിയെ കുറിച്ചിട്ടാണ്. 3 സ്പീഷീസ് ഉണ്ട്. ഒന്ന് എർസീനിയ പെസ്റ്റിസ് ആണ്. എർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് എർസീനിയ സ്യൂഡോ ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. പിന്നെ ഉള്ളത് എർസീനിയ. മൂന്നാമത്തത് എർസീനിയ എൻറ്ററോകോളിറ്റി ആണ്. എൻറ്ററോകോളിറ്റിക്ക. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ആൻഡ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് എർസീനിയോസിസ് ആണ്. ഇത് രണ്ടും. ആൻഡ് ഇത് സാറിന് സെൽഫ് ലിമിറ്റിംഗ് GI ഇൽനസ് മാത്രമാണ്. ഏതായാലും എർസീനിയെ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാസില്ലയിലാണ്, ഗ്രാം നെഗറ്റീവ് റോഡ്സ് ഓർ ബാസില്ലയിലാണ് നമ്മൾ ഇത് പറയുക. സോ ഗ്രാം സ്റ്റെയിനിങ്ങിൽ അപ്പൊ എന്ത് കളർ കിട്ടും? ഗ്രാം സ്റ്റെയിനിങ്ങിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കണം കിട്ടേണ്ടത്. ആൻഡ് എർസീനിയ ഗ്രാം നെഗറ്റീവ് ബാസില്ലയിലെ എൻറ്ററോബാക്ടീരിയേസി ഗ്രൂപ്പിൽ വരുന്ന, സോ ദീസ് ഓൾ ബിലോങ് ടു എൻറ്ററോബാക്ടീരിയേസിയയിൽ വരുന്നതാണ്. സോ അതിന്റെ ജനറൽ ഫീച്ചേഴ്സ് പല എൻട്രോബാക്ടീരിയസിലും നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിനും കാണും. ഇനി ഈ എൻട്രോബാക്ടീരിയസിയെ നമ്മൾ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുമോ ഇല്ലയോ എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാക്കി തിരിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ലാക്ടോസ് ഫെർമെന്റർ ആണ്, പക്ഷെ നമുക്ക് ഇത് ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല. സോ ദിസ് ഈസ് എ നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണ്. നോൺ ലാക്ടോസ് ഫെർമെന്റർ വിഭാഗത്തിൽ വരുന്നതാണ് എന്നുള്ളതാണ്. NLF എന്ന് നമുക്ക് എഴുതാം. സോ അപ്പോൾ മക്കോങ്കി അഗർ മീഡിയത്തിലൊക്കെ പിങ്ക് കളർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളർ ഇല്ല, പെയിൽ കളർ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഇനി ഇവ മോട്ടൈലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോൺ മോട്ടൈൽ ആണ്. ആൻഡ് ഇതിന് രണ്ടിനും മോട്ടിലിറ്റി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ മോട്ടിലിറ്റി ഉണ്ട്. ഡിഫറൻഷ്യൽ മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ 22 ഡിഗ്രിയിൽ ഇത് മോട്ടൈലാണ്, പക്ഷേ നോർമൽ 37 ഡിഗ്രിയിൽ നോൺ മോട്ടൈലാണ്. സോ ഇതാണ് ഡിഫറൻഷ്യൽ മോട്ടിലിറ്റി. ഇനി എർസീനിയ ഇവ ക്യാപ്സുലേറ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ക്യാപ്സുലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് ക്യാപ്സ്യൂൾ പ്രസന്റ്. ക്യാപ്സ്യൂൾ ഉണ്ട്, ആന്റിജനിക് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഉണ്ട്. ഇനി ഇവിടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഹൈലി പ്ലിയോമോർഫിക് ആണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പുറകെ പറയാം. നമുക്കപ്പോൾ ആദ്യം പ്ലേഗ് ഉണ്ടാക്കുന്ന എർസീനിയ പെസ്റ്റിസിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ആൻഡ് എർസീനിയ പെസ്റ്റിസ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ ഷേപ്പ് ഒരു ഓവൽ ദെൻ കോക്കോ ബാസില്ലേ ടൈപ്പ് ആണെന്ന് വെച്ചാൽ കോക്കോ ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബാസില്ലേ മാത്രമാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നെയ്തർ കോക്കോ നെയ്തർ ബാസില്ലേ, പക്ഷെ രണ്ടും കൂടി ചേർന്ന കോക്കോ ബാസില്ലേ ഷേപ്പ് ആണ്. അതുകൊണ്ടാണ് അതിനെ പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. പ്ലിയോമോർഫിക് എന്ന് വിളിക്കാം. മറ്റ് ഫീച്ചേഴ്സുകൾ എല്ലാം നമുക്ക് ലാബ് ഡയഗ്നോസിസ്, കൾച്ചർ മീഡിയ, ബയോകെമിക്കൽ ടെസ്റ്റ് നമുക്ക് പറയാം. സോ നമുക്ക് അപ്പോൾ ആദ്യം ഇനി പ്ലേഗിനെ പറ്റി പറഞ്ഞിട്ട് പോകാം. ഈ പ്ലേഗ് എന്ന് പറയുന്ന രോഗം മനുഷ്യരാശി നേരിട്ടുള്ള മഹാമാരികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ പ്ലേഗ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലാണ് ഇപ്പോൾ പ്ലേഗ് ഏറ്റവും കൂടുതലുള്ളത്. സൂനോട്ടിക് ഡിസീസ് ആണ്. സോ ദിസ് ഈസ് സൂനോട്ടിക് എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കൊക്കെ പിടിക്കുന്ന ഡിസീസാണ്. AD 541 ഫസ്റ്റ് പ്ലേഗ് പാൻഡമിക് ഉണ്ടാകുന്നത്. അത് എർസീനിയ പെസ്റ്റിസിന്റെ അതിന്റെ ഒരു ബയോടൈപ്പ് മീഡിയാലിസ് എന്ന് പറയുന്ന ഒരു ബയോടൈപ്പ് മൂലം ഉണ്ടായതാണ് ആദ്യത്തെ ഫസ്റ്റ് പ്ലേഗ് പാൻഡമിക് എന്ന് പറയുന്നത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിലുണ്ടായി. അത് ആന്റിക്വ ബയോടൈപ്പ് ആണ് ഉണ്ടാക്കിയത്. ആന്റിക്വ എന്ന് പറയുന്ന ബയോടൈപ്പ് ഉണ്ടാക്കിയത്. രണ്ടാമത്തെ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുക. ബ്ലാക്ക് ഡെത്ത് എന്നാണ് അപ്പോൾ അതിന് പേര് വന്നത്. മൂന്നാമത്തത് 1864 ഉണ്ടായതാണ്. ഇന്ത്യ, ചൈന അവിടെയൊക്കെ ഉണ്ടായതാണ്. ആൻഡ് ഇതിന്റെ ബയോടൈപ്പ് എന്ന് പറയുന്നത് ഓറിയന്റാലിസ് എന്ന് പറയുന്ന ബയോടൈപ്പ് മൂലമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 994 ഉണ്ടായിട്ടുണ്ട്. സൂററ്റിൽ 2002, 2004 ഈ കാലഘട്ടങ്ങളിലൊക്കെ പ്ലേഗ് ബാധകൾ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ രോഗത്തിന്റെ റിസർവോയർ എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള റോഡൻസുകളാണ്. റോഡൻസ് എന്ന് വെച്ചാൽ എലി അങ്ങനെയൊക്കെ ഉള്ളതാണ് റോഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ജെർബിൽസ് ആകാം, അല്ലെങ്കിൽ ഫീൽഡ് മൈസ് ആകാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ബെൻഡികൂട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ഈ ചെറിയ റോഡൻസുകളാണ് ഇതിന്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് ഇൻഫെക്ഷന്റെ സോഴ്സ് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ സംഭവങ്ങൾ റിസർവോയർ ആണ്. അതിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈൽഡ് റോഡൻസ് ആണ്. വൈൽഡ് റോഡൻസ് വിച്ച് ആർ ഇൻഫെക്റ്റഡ് വിത്ത് എർസീനിയ പെസ്റ്റിസ് ആണ്. ദെൻ റാറ്റ് ഫ്ലീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ പകർത്തും. ദെൻ ഓൾസോ കോസ് ഓഫ് ന്യൂമോണിക് പ്ലേഗ്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്. അപ്പോൾ ന്യൂമോണിക് പ്ലേഗ് ഉണ്ടെങ്കിൽ അങ്ങനെ പകരാം. സോ കേസ് ഓഫ് ന്യൂമോണിക് പ്ലേഗ് എന്താണെന്ന് നമുക്ക് പുറകെ പറയാം. ഇനി രോഗം പടർത്തുന്നത്, ട്രാൻസ്മിഷൻ നടത്തുന്നത് മോസ്റ്റ് കോമണസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്, റാറ്റ് ഫ്ലീ ആണ്. സോ റാറ്റ് ഫ്ലീ ആണ് ഇത് പടർത്തുന്ന പ്രധാനപ്പെട്ട ആൾ. അതിന്റെ പേര് സിനോപ്സിസ് എന്നാണ്. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ മോസ്റ്റ് എഫിഷ്യന്റ് വെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട് സിനോപ്സില്ല ആസ്റ്റിയ ഉണ്ട്. ആസ്റ്റിയ സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതാണ്. സോ സിനോപ്സില്ല വഴിയാണ് രോഗം പടർത്തുന്നത്. വെക്ടർ ഇതാണ്, റാറ്റ് ഫ്ലീ ആണ്. ഇനി ഹ്യൂമൻ ഫ്ലീ ഉണ്ട്. റാറ്റ് ഫ്ലീ അല്ലാതെ പിന്നെ ഒരു ഹ്യൂമൻ ഫ്ലീ ഉണ്ട്. ഹ്യൂമൻ ഫ്ലീയുടെ പേര് പ്യൂലെക്സ് ഇറിറ്റൻസ് എന്നാണ്. ആൻഡ് ഇത് അപൂർവമായിട്ട് രോഗം പടർത്തിയേക്കാം. ഇനി പ്ലേഗ്
പ്ലേഗിന് 2 നാച്ചുറൽ സൈക്കിൾസ് ആയിട്ടാണ് എക്സിറ്റ് ചെയ്യുക. സോ 2 നാച്ചുറൽ സൈക്കിൾസ് ഉണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് സൈക്കിൾ ആണ്. ഡൊമസ്റ്റിക് സൈക്കിൾ എന്ന് പറയുന്നത് ഇത് മനുഷ്യരിലൂടെയും റാറ്റ് ഫ്ലീ, അപ്പം ഹ്യൂമൻ ഉണ്ട്, ദെൻ റാറ്റ് ഫ്ലീയിലൂടെയും ദെൻ റോഡൻസ്, 3 കാര്യങ്ങളിലൂടെയും കൂടി നടക്കുന്നതാണ് ഈ ഡൊമസ്റ്റിക് സൈക്കിൾ. രണ്ടാമത്തത് വൈൽഡ് സൈക്കിൾ ആണ്. വൈൽഡ് ഓർ അതിന് വേറൊരു പേരുള്ളത് സിൽവാറ്റിക് സൈക്കിൾ എന്നും പറയും. വൈൽഡ് സൈക്കിളിനകത്ത് വൈൽഡ് റോഡൻസ് തമ്മിലുണ്ടാവുന്നതാണ്, അതിൽ ഹ്യൂമൻ ഇല്ല. സോ ദർ ഇസ് നോ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് വൈൽഡ് സൈക്കിൾ. ഇനി നമുക്ക് ഹ്യൂമൻ പ്ലേഗ് എങ്ങനെ ഉണ്ടാകുന്നു, പടരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഏറ്റവും സാധാരണ സംഭവിക്കുന്നത് എർസീനിയ എന്ന് പറയുന്ന രോഗാണുള്ള അത് ഉള്ള റാറ്റ് ഫ്ലീ ഇൻഫെക്റ്റഡ് റാറ്റ് ഫ്ലീ മനുഷ്യനെ ബൈറ്റ് ചെയ്യുക. സോ ആ ഫ്ലീ വന്നിട്ട് ഇതൊരു കുഞ്ഞു ഫ്ലീ ആണെങ്കിൽ മനുഷ്യനെ ബൈറ്റ് ചെയ്യാണ്. സോ അപ്പോൾ രോഗം ഉണ്ടാവുന്നതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തത് രോഗമുള്ള വൈൽഡ് അനിമൽ ഓർ ആ രോഗമുള്ള അനിമലായിട്ട് അവയുടെ ടിഷ്യൂസ്, അനിമൽ ടിഷ്യൂസ്. ഇപ്പോൾ രോഗം ഉണ്ടായിരിക്കണം അനിമലിന്, അനിമൽ ടിഷ്യൂസുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, സോ ഇൻഫെക്റ്റഡ് അനിമൽ ടിഷ്യൂസ് നമുക്ക് എഴുതാം. ഇൻഫെക്റ്റഡ് അനിമൽ ടിഷ്യൂസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗം ഉണ്ടാകാം. മൂന്നാമത്തത് ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ ആണ്. ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക്, ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ പകരുന്നതാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് ന്യൂമോണിക് പ്ലേഗ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് നാലാമത്തെ രീതി എന്ന് പറയുന്നത് എർസീനിയ എന്ന് പറയുന്ന രോഗാണു ബാധിച്ച അണുബാധയുള്ള ഹ്യൂമൻ ഫ്ലീസ്. സോ ഹ്യൂമൻ ഫ്ലീസ് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് മനുഷ്യനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യനിൽ രോഗം ഉണ്ടാകും. സോ ഇങ്ങനെ 4 രീതിയിലാണ് രോഗം ഉണ്ടാവുക. സോ ഇങ്ങനെ രോഗമുള്ള റിസർവോയറായ വൈൽഡ് അനിമലിൽ നിന്ന് റാറ്റ് ഫ്ലീയിൽ ഈ സംഭവം എത്തിയെന്ന് വരിക. സോ നൗ ദ എർസീനിയ ഈസ് ഇൻസൈഡ് ദ റാറ്റ് ഫ്ലീ. അപ്പോൾ ഈ ബാസിലെ റാറ്റ് ഫ്ലീയുടെ ഗട്ടിൽ വെച്ചിട്ട് GIT-ൽ വെച്ചിട്ട് നിർബാധം അങ്ങ് ഇരട്ടിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. രോഗാണു എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് അവയുടെ ഈ റാറ്റ് ഫ്ലീയുടെ പ്രോവെൻട്രിക്കുലസ് അത് തടസ്സപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫ്ലീനെയാണ് നമ്മൾ ബ്ലോക്ക്ഡ് ഫ്ലീ എന്ന് വിളിക്കുക. ബ്ലോക്ക്ഡ് ഫ്ലീ എന്നാണ് അതിനെ വിളിക്കുക. സോ ഇങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഫ്ലീ മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ കടിക്കുമ്പോൾ ബൈറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് മിക്സ്ഡ് വിത്ത് ദിസ് എർസീനിയയും കൂടി ബൈറ്റിലൂടെ റീഗർജിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും, മനുഷ്യനിലേക്ക്. സോ ഒരു റാറ്റ് ഫ്ലീയിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക്ഡ് ഫ്ലീ ആവാൻ, സോ റാറ്റ് ഫ്ലീയിൽ ആദ്യം കയറി അതൊരു ബ്ലോക്ക്ഡ് ഫ്ലീ ആകാൻ ഏകദേശം ഒരു 2 വീക്സ് എങ്കിലും, 2 ആഴ്ചയാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡിനെ നമ്മൾ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയാം. മനുഷ്യനിലല്ല രോഗം ഉണ്ടാകുന്നത്, ബ്ലോക്ക്ഡ് ഫ്ലീ ആകുന്നത് വരെയാണ്. ചില ഫ്ലീസിന് ഫുൾ ആയിട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല, പാർഷ്യൽ ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആണ്, കാരണം അത് ചത്തുപോകത്തില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ചാവാതെയൊക്കെ നിൽക്കും. അപ്പോൾ ഇത് അപകടകാരിയായിരിക്കും, കാരണം ഒരുപാട് പേരെ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരു പ്ലേഗ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചിയോപിസ് ഇൻഡെക്സ് കണക്കാക്കും. എത്ര ചിയോപിസ് പെർ റാറ്റ്, ഒരു എലിക്ക് എത്ര ചിയോപിസ് എന്ന് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് മോർ ദാൻ 1 ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ചിയോപിസ് ഇൻഡെക്സ് മോർ ദാൻ 1 ആണെങ്കിൽ ഔട്ട് ബ്രേക്കിന് സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ സെപ്റ്റംബർ ടു ഒരു മെയ് വരെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ അസുഖം വരാനുള്ള ഒരു സീസൺ എന്ന് പറയുന്നത്. ഇനി മനുഷ്യനെ ബാധിക്കുന്ന ഹ്യൂമൻ പ്ലേഗിനെ നമുക്ക് ക്ലിനിക്കലി 3 ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുക. 1 ഈസ് ബുബോണിക് പ്ലേഗ് ആണ് ഒന്ന്, പിന്നെ ഉള്ളത് ന്യൂമോണിക് പ്ലേഗ് ആണ് രണ്ടാമത്തത്, പിന്നെ സെപ്റ്റിക് പ്ലേഗ് എന്നോ നമുക്ക് പറയാം. സോ ഇങ്ങനെ 3 എണ്ണം. ആൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഇതാണ്, ബുബോണിക് പ്ലേഗ് ആണ്. ആൻഡ് ഇത് റാറ്റ് ഫ്ലീയുടെ ബൈറ്റിലൂടെയാണ്. സോ ദിസ് ഈസ് ഫ്രം റാറ്റ് ഫ്ലീ ബൈറ്റിലൂടെയാണ് നമുക്ക് കിട്ടുക, പടരുന്നത്. ആൻഡ് റാറ്റ് ഫ്ലീ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ 2 to 7 ദിവസമാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് രോഗാണു ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് ലിംഫ് നോഡുകളിലെത്തും. അപ്പോൾ ഇങ്ങനെ ലിംഫ് നോഡുകൾ എൻലാർജ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബുബോയി എന്നാണ്, ബുബോയിസ്. ആൻഡ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ലിംഫ് നോഡ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത് ഇൻഗ്വൈനൽ ലിംഫ് നോഡിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സൈറ്റ്. അപ്പോൾ അത് അവിടെ വീർത്തു വരും. ആൻഡ് ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പോയിട്ടില്ല, ബിക്കോസ് അടഞ്ഞിരിക്കുകയാണ്. ലിംഫ് നോഡിനകത്തുനിന്ന് വേറെ അങ്ങോട്ട് പുറത്തേക്ക് പോകില്ല, കാരണം ബാസിലസ് ഈ ബുബൂസിനകത്ത് ലോക്ക്ഡപ്പ് ആയിട്ടിരിക്കുകയാണ്, ബ്ലഡിലില്ല. സോ ഒരു 50% രോഗികളിൽ ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. സാധാരണ ഇത് സ്പോണ്ടേനിയസ്ലി റിസോൾവ് ചെയ്യുന്നതുമാണ്. ആൻഡ് രണ്ടാമത്തത് ന്യൂമോണിക് പ്ലേഗ് ആണ്. ന്യൂമോണിക് പ്ലേഗ് എന്ന് പറയുന്നത് ന്യൂമോണിക് പ്ലേഗ് ഉള്ള രോഗികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ബാസില്ലയുടെ ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ, നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ വഴി പകരുമ്പോഴാണ് ന്യൂമോണിക് പ്ലേഗ് ഉണ്ടാവുക. ആൻഡ് ഇവ ഉണ്ടാകാനായിട്ട് 1 to 3 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ആൻഡ് ഇവയിൽ അപ്പോൾ ന്യൂമോണിക് എന്നാണ് പേര്, അപ്പോൾ തന്നെ
റെസ്പിറേറ്ററി സിംറ്റംസ് ആയിരിക്കും കാണുക. ചുമ, കഫ് ഉണ്ടായിരിക്കും. ദെൻ ഹീമോപ്റ്റിസിസ് എന്ന് വെച്ചാൽ ഹെമറേജിക് ന്യൂമോണിയ, അല്ലെങ്കിൽ വായിലൂടെ രക്തം ഒക്കെ ഛർദ്ദിക്കുന്ന പരിപാടികളാണ്. ആൻഡ് ദെൻ ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് അല്ലെങ്കിൽ ഡിസ്നിയ എന്ന് പറയുന്ന ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് ഉണ്ടായിരിക്കും. ദെൻ നെഞ്ചുവേദന ഓർ ചെസ്റ്റ് പെയിൻസോ ഓൾ റിലേറ്റഡ് ടു റെസ്പിറേറ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ആൻഡ് ഇത് 1% താഴെ ഇപ്പൊ ചിലപ്പോൾ ഹൈലി ഇൻഫെക്ഷ്യസ് ഓർ ഫേറ്റൽ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അത്ര ഫേറ്റൽ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഹലേഷൻ വഴി പകരുന്നതിനാൽ ഇത് ആന്ത്രാക്സ് ഒക്കെ പോലെ ചിലപ്പോൾ എയറോസോളൈസ്ഡ് എർസീനിയ പെസ്റ്റിസ് അയച്ചിട്ട് ബയോടെററിസത്തിന് ഇത് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ബിക്കോസ് ഇൻഹലേഷനിലൂടെ ഇത് പകരാം. ആൻഡ് മൂന്നാമത്തതാണ് സെപ്റ്റിസീമിക് പ്ലേഗ് എന്ന് പറയുന്നത്. സെപ്റ്റിസീമിക് പ്ലേഗ് ആണ്. ആൻഡ് ഇത് സെക്കൻഡറി ടു സ്പ്രെഡ് ഓഫ് ബുബോണിക് ഓർ ന്യൂമോണിക്. ഇത് വരുമ്പോൾ സെക്കൻഡറി സ്പ്രെഡ് ആണ് ഇത് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 7 days ആണ്. രോഗാണുവിൽ നിന്ന് ഇതിൽ നിന്നുള്ള എൻഡോടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. എൻഡോടോക്സിൻ റിലീസ് ചെയ്യുമ്പോൾ ഇതുമൂലം രക്തക്കുഴലുകളെയാണ്. സോ ദിസ് അഫക്ട് ദ ബ്ലഡ് വെസൽസ്. രക്തക്കുഴലുകളെ ബാധിക്കുന്നു. ഹെമറേജസ് ഇൻ സ്കിന്നിലും മ്യൂക്കോസയിലും ബ്ലഡ് വെസൽസിനെ ബാധിച്ചിട്ട് ഹെമറേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കടുത്ത പനിയാണ്. ഹൈ ഫീവർ ഉണ്ടായിരിക്കും. ഗാംഗ്രീൻ ഓഫ് എക്സ്ട്രിമിറ്റീസ്, ടോസിലും ഫിംഗേഴ്സിലും ഒക്കെ ഗാംഗ്രീൻ ഉണ്ടായിരിക്കും. ദെൻ സിവിയർ ആയിട്ടുള്ള ഹൈപ്പോടെൻഷൻ, BP ഒക്കെ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകാം. സിവിയർ ഹൈപ്പോടെൻഷൻ ഉണ്ടായിരിക്കാം. ദെൻ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറും ഉണ്ടായിരിക്കും. ആൻഡ് സ്കിൻ മ്യൂക്കസിലൊക്കെ ബ്ലഡ് വെസൽസ് ഹെമറേജ് മൂലമാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുക. സോ ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്. അപ്പോൾ എർസീനിയ പെസ്റ്റിസിന്റെ മൈക്രോബയോളജി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സംഭവം എടുക്കണം. സംഭവം എടുക്കുന്നത് നമ്മൾ പസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആസ്പിറേറ്റ്. ബുബോണിക് ആണെങ്കിൽ അവിടെ നിന്നായിരിക്കും എടുക്കുക. ഇപ്പോൾ സ്പൂട്ടത്തിൽ നിന്ന് എടുക്കാം. ന്യൂമോണിക് പ്ലേഗ് ആണെങ്കിൽ സ്പ്യൂട്ടത്തിൽ നിന്ന് എടുക്കാം. മറ്റേതാണെങ്കിൽ സെപ്റ്റിസീമിക് ആണെങ്കിൽ നമുക്ക് ബ്ലഡിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധനം എടുക്കുക. ആൻഡ് ഇത് മൈക്രോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാസില്ല നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഓവൽ ഓർ കോക്കോ ബാസില്ല വിത്ത് റൗണ്ടഡ് എൻഡ്സ് ആണ്. ആൻഡ് സറൗണ്ടഡ് ബൈ ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുക. സോ ഷേപ്പ് പ്ലിയോമോർഫിക് ആണ്, ക്യാപ്സുലേറ്റഡ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇവിടെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇഫ് യു സ്റ്റെയിൻ വിത്ത് മെത്തിലിൻ ബ്ലൂ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ബൈപോളാർ സ്റ്റെയിനിങ് ആയിരിക്കും. ബൈപോളാർ സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ഈ ചുറ്റും കടുത്ത നീല കളർ ഇങ്ങനെ കാണാൻ പറ്റും, നടുവിൽ അതല്ലാത്ത നീലയില്ലാത്ത ഒരു അപ്പിയറൻസ്. അതിനാണ് നമ്മൾ ബൈപോളാർ അപ്പിയറൻസ്. എൻസ് ആർ ഡാർക്കർ ബ്ലൂ വൈൽ സെൻട്രൽ ഇവിടെ ഏരിയ പെയിൽ ആയിട്ടായിരിക്കും നമ്മൾക്ക് കാണുക. സോ ഈ സ്റ്റെയിനാണ് അപ്പം മെത്തിലിൻ ബ്ലൂ ഉപയോഗിക്കുന്ന ഈ സ്റ്റെയിനെ നമ്മൾ വെയ്സൺ സ്റ്റെയിൻ എന്നാണ് വിളിക്കുക. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദ വെയ്സൺ സ്റ്റെയിൻ. ഇനി ഇത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 27 ഡിഗ്രിയിൽ ഇത് നന്നായിട്ട് വളരും. പക്ഷേ ക്യാപ്സ്യൂൾ ശരിക്കും വളരണമെങ്കിൽ 37 ഡിഗ്രി എങ്കിലും വേണം, എങ്കിലാണ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി ബ്ലഡ് അഗറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീമോലിസിസ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ഹീമോലിറ്റിക് ആണ്. അപ്പോൾ ഗാമ ഹീമോലിറ്റിക് എന്നും നമുക്ക് പറയാം. പക്ഷേ ഡാർക്ക് ബ്രൗൺ പിഗ്മെന്റ്സ് അതിനകത്ത് കാണാം. ഡാർക്ക് ബ്രൗൺ പിഗ്മെന്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി മെക്കോങ്കി അഗാറിനകത്ത് നമുക്ക് നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണ്. അപ്പോൾ പിങ്ക് കളർ ഒന്നും കിട്ടില്ല, പെയിൽ കളർ ആയിരിക്കും നമുക്ക് കിട്ടുക. ബിക്കോസ് ഇറ്റ്സ് എ നോൺ ലാക്ടോസ് ഫെർമെന്റർ. ഇനി ന്യൂട്രിയൻ ബ്രോത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക രീതിയിലായിട്ട് കാണുക. അപ്പോൾ വെള്ളത്തിന് പുറത്ത് ഇത് വെള്ളമാണെങ്കിൽ അതിന്റെ പുറത്ത് എണ്ണ അല്ലെങ്കിൽ ഗീ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് പോലെ നിൽക്കുന്നത് പോലെ ഈ എർസീനിയയുടെ ഗ്രോത്ത് മുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രീതിയിൽ കാണുന്നതിനെ ഇതിനെ നമ്മൾ വിളിക്കുക സ്റ്റാലക്ടൈറ്റ് ഗ്രോത്ത് എന്നാണ് ഇങ്ങനെ വിളിക്കുക. സോ ഇത് എക്സ്പ്രസസ് സ്റ്റാലക്ടൈറ്റ് ഗ്രോത്ത് ഇൻ ന്യൂട്രിയൻ ബ്രോത്തിൽ കാണാൻ പറ്റും. ഇനി നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് F1 ആന്റിജൻ എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആന്റിജനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ആന്റിജനെതിരെ ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ടോ, F1 ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് CFT, ELISA, ഇമ്യൂണോഫ്ലോറസൻസ് അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലും കൂടി ഇത് വേണമെങ്കിൽ F1 ആന്റിജന്റെ ജീൻ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു സാധനമാണ് ഇതിനകത്ത് പെസ്റ്റിസിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. സോ അതിന്റെയും ജീൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. PCR ഒക്കെ വെച്ച് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഫൈനലായിട്ട് സംഭവം ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഈ രോഗം തടയാനായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാറ്റ് ഫ്ലീസിനെയൊക്കെ തടയാനായിട്ട് DDTO അല്ലെങ്കിൽ BHC ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് റാറ്റ് ഫ്ലീസിന്റെ പ്രജനനം അല്ലെങ്കിൽ അവയെ നമുക്ക് കൊല്ലാനായിട്ട് പറ്റും. ഇനി രോഗബാധിത മേഖലയിലാണെങ്കിൽ നമുക്ക് കീമോപ്രൊഫൈലാക്സിസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലീവോഫ്ലോക്സാസിൻ, അതിന്റെ കൂടെ തന്നെ ഡോക്സിസിലിൻ എന്ന് പറയുമ്പോൾ 100 മില്ലിഗ്രാം ഇൻറ്റു 2 നേരം BD നമ്മൾ കൊടുക്കുന്നു 7 days, അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ നമുക്ക് കൊടുക്കാം 4 നേരം. QID കൊടുത്തു കഴിഞ്ഞാലും 7 days ആണ് ഇത് കൊടുക്കുക. ആൻഡ് ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് പെൻസിലിൻ, അതൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ജെൻറ്റാമിസിൻ പോലെയുള്ള അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് ആണ് നമ്മളിത് ഉപയോഗിക്കുക. ഇനി വാക്സിൻസ് കൊടുക്കാം. വാക്സിൻ
നമ്മൾ കൊടുക്കുന്നത് ഓൺലി ഇൻ ഔട്ട് ബ്രേക്ക് ഏരിയയിൽ മാത്രമാണ്. ഔട്ട് ബ്രേക്ക് തടയാൻ വേണ്ടി മാത്രമാണ് വാക്സിൻ കൊടുക്കുക. എല്ലാവർക്കും വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമാലിൻ കിൽഡ് വാക്സിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഹഫീൻ വാക്സിൻ, HAFKIN, ഹാഫ്കിൻ വാക്സിൻ, അതാണ് ഒറിജിനൽ വാക്സിൻ. അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് സോക്ക് മോഡിഫിക്കേഷൻ എന്ന് പറയും. ഇതാണ് ഒറിജിനൽ. അതിന്റെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഫോർമാലിൻ കിൽഡ് വാക്സിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാം. 2 ഡോസ് നമ്മൾ 4 വീക്സ് എപ്പാർട്ട്, 4 വീക്സ് എപ്പാർട്ടായിട്ട് കൊടുക്കും. വേണമെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ബൂസ്റ്റർ, 6 മന്ത്സ് കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ കൂടി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ന്യൂമോണിക് പ്ലേക്കിൽ നിന്ന് ഇതിന് പക്ഷേ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് കൂടി ഓർത്ത് വെക്കുക. ബുബോണിക്കിനും മറ്റേതിനൊക്കെയാണ് ഇത് പറ്റത്തുള്ളൂ എന്നുള്ളത്. പിന്നെ ഒരു അറ്റനുവേറ്റഡ് സ്ട്രെയിൻ സോവിയറ്റ് റഷ്യയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ അന്ന് അധികം ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് എർസീനിയോസിസിനെ പറ്റി പറയാം. എർസീനിയോസിസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെയായിരുന്നു? എർസീനിയ സ്യൂഡോ ട്യൂബർകുലോസിസ്, അത് എർസീനിയ ഉണ്ടാക്കാം. ദെൻ എർസീനിയ ഉണ്ടാക്കുന്നത് എൻട്രോകോളിറ്റിക്കയും ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൽ തന്നെ ഈ എൻട്രോകോളിറ്റിക്കാണ് കുറേ കൂടി കൂടുതൽ ഉള്ളതെന്ന് പറയാം. ഉണ്ടാക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. ഡയറിയ വിത്ത് ഓർ വിത്തൗട്ട് ബ്ലഡ് ഉള്ള ഡയറിയ ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആൻഡ് മുതിർന്ന കുട്ടികളിൽ ചിലപ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻസ് വരാം. ഉദാഹരണത്തിന് ടെർമിനൽ ഇലിയൈറ്റിസ് വേണമെങ്കിൽ ഉണ്ടാകാം. സ്യൂഡോ അപ്പൻഡിസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ മിസെൻട്രിക് അഡിനൈറ്റിസ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് കുറച്ചും കൂടി മുതിർന്ന പിള്ളേരിൽ ഉണ്ടാക്കാവുന്നത്. ആൻഡ് ഇനി ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ഉള്ളത് മൂലം അപ്പോൾ ഉണ്ടാകുന്നത് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. എറിത്രീമ നോഡോസം ഉണ്ടാക്കാം. ദെൻ ഗ്രേവ്സ് ഡിസീസോ ഇങ്ങനെയൊക്കെ ഉള്ളത് ബിക്കോസ് ഓഫ് ദിസ് ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നതാണ്. അതിന് നമ്മൾ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഫിനോമിനൺ എന്നാണ് പറയുക. സോ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഫിനോമിനും ഇതുണ്ടാക്കാം. പിന്നെ ഒരു ഫീവർ ഉള്ളത് ഇസുമി ഫീവർ ആണ്. അതൊരു സ്കാർലറ്റ് ഫീവർ ലൈക്ക് ഇതാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇത് അധികം ഉണ്ടാക്കുന്നത് എർസീനിയ ട്യൂബർകുലോസിസ് മൂലമാണ്. ആൻഡ് ഇതിനകത്തൊരു മൈറ്റോജൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആന്റിജൻ ഉണ്ട്. സൂപ്പർ ആന്റിജൻ മൂലമാണ് ഈ ഇസുമി ഫീവർ ഉണ്ടാകുന്നത്. ഇനി ഡിഫറൻഷ്യൽ മോട്ടിലിറ്റി ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു 22 ഡിഗ്രിയിൽ മോട്ടൈലാണ്, 37 ഡിഗ്രിയിൽ നോൺ മോട്ടൈലാണ്. ആൻഡ് വേറെ പ്രത്യേകത 4 ഡിഗ്രി തണുപ്പിലൊക്കെ കോൾഡ് ടെമ്പറേച്ചറിൽ ഇത് കൂടുതൽ വളരും എന്നാണ്. സോ ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ വളർച്ച കൂടുതലാണ്. ഇനി ഇവ തമ്മിൽ തിരിച്ചറിയാൻ, സ്യൂഡോ ട്യൂബർകുലോസിസും എർസീനിയ എൻട്രോളിക്കയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റ് ഒന്ന് ഓർണിത്തിൻ ഡി കാർബോക്സിലേസ് ടെസ്റ്റ് ആണ്. 2 നമ്മുടെ VP ടെസ്റ്റ് എന്ന് പറയുന്ന ആ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ആൻഡ് ഇത് എൻട്രോകോളിറ്റിക്ക് ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിന് രണ്ടും നെഗറ്റീവ് ആണ് എന്നും പറയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എർസീനിയ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.